ഇത് നമ്മൾ ചെയ്യുന്നത് മിസ്ലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി സെറ്റ്സ് ഇഫ് എ ഇൻ്റർസെക്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എക്സും ബി ഇൻ്റർസെക്ഷൻ എക്സും നൾ സെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് ഫോർ സം സെറ്റ് എക്സ് ഷോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി. ഇവിടെ നമ്മൾ എന്താണെന്നാണ് ഷോ ചെയ്യേണ്ടത്? എ ഈസ് ഈക്വൽ ടു ബി ആണ് എന്ന് ഷോ ചെയ്യണം. അപ്പോൾ നമുക്ക് എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് എ യൂണിയൻ എക്സും ബി യൂണിയൻ എക്സും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ എക്സും ബി ഇൻ്റർസെക്ഷൻ എക്സും നൾ സെറ്റ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എ ഈസ് ഈക്വൽ ടു ബി എന്ന് ഷോ ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് എ ഈസ് ഈക്വൽ ടു ബി ആകുന്നത്? A is the subset of B and B is the subset of A. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റുകൾ, അതായത് എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റും ആകുമ്പോഴാണ് എ ഈസ് ഈക്വൽ ടു ബി ആകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്നും പ്രൂവ് ചെയ്യണം, ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ഗിവൺ ചെയ്തിട്ടുണ്ട്? A യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് ഫോർ സം സെറ്റ് എക്സ് എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. ഇത് ഗിവണാണ്. ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് സൈഡിലും എ ഇൻ്റർസെക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതണം ടേക്കിംഗ് ഇൻ്റർസെക്ഷൻ വിത്ത് എ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നോക്കിയാൽ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ യൂണിയൻ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെയും എയുടെയും കൂടെ യൂണിയൻ, എയിലുള്ള മൊത്തം എലമെൻറ്റുകളും എക്സിലുള്ള മൊത്തം എലമെൻറ്റുകളും കൂടെ ചേർന്ന് വരുന്നതാണ് എ യൂണിയൻ എക്സ്. അതിൻ്റെ കൂടെ എ ഇൻ്റർസെക്ഷനും കൂടെ ചേർത്താലോ? ഇതിലുള്ള മൊത്തം എലമെൻറ്റുകളും ഇതിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ, അതായത് എയിലും എ യൂണിയൻ എക്സിലും കൂടെ കോമൺ ആയിട്ടുള്ളത് അതെന്തായിരിക്കും? എ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു, മനസ്സിലായല്ലോ? എ യൂണിയൻ എക്സ് എന്ന് വെച്ചാൽ എയുടെയും എക്സിൻ്റെയും കൂടെ യൂണിയൻ, അതിൻ്റെ കൂടെ എയുടെ ഇൻ്റർസെക്ഷനും കൂടെ എടുത്താൽ എന്ത് വരും? എയിലുള്ള എലമെൻറ്റും അതായത് ഇതിലും ഇതിലും കോമൺ ആയിട്ടുള്ളത് വേണം, അതെന്താണ്? എ ആണ്. ഇസ് ഈക്വൽ ടു, ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിട്ട് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ എക്സ് എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. ഇനി നോക്കിയേ, എ ഇൻ്റർസെക്ഷൻ എക്സ് എന്താണ്? നൾ സെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ 5. എന്തുകൊണ്ടാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ എക്സ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും നൾ സെറ്റും കൂടെയുള്ള യൂണിയൻ എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി തന്നെയായിരിക്കും അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി തന്നെയായിരിക്കും. മനസ്സിലായത് നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എ ഇൻ്റർസെക്ഷൻ ബിയും നൾ സെറ്റും തമ്മിലുള്ള യൂണിയൻ എന്ത് തന്നെയായിരിക്കും? നൾ സെറ്റിൻ്റെ കൂടെ ഇതിൻ്റെ യൂണിയൻ എടുത്താൽ നമുക്ക് ഇത് തന്നെ കിട്ടും, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താ? എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്, അത് നമുക്കിവിടെ എ എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി എ എന്ന് കിട്ടി, അതിൻ്റെ അർത്ഥം എന്താണ്? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം ഇല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി എ ആകുന്നത് എപ്പോഴാണ്? നോക്കിയേ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബിക്കകത്ത് എയിലെ എല്ലാ എലമെൻറ്റുകളും ഉണ്ടാകുമ്പോഴാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആകുന്നത് ഇല്ലേ? അതെപ്പോഴാണ്? എ ബിയുടെ സബ്സെറ്റ് ആകുമ്പോഴാണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. ഇനി അടുത്ത് നമ്മൾ വീണ്ടും എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് എന്നുള്ളിടത്ത് നമ്മൾ ആദ്യം എ ഇൻ്റർസെക്ഷൻ ആണ് കൊടുത്തത് അല്ലേ? ഇനി നമ്മൾ
ബി ഇൻ്റർസെക്ഷൻ കൊടുത്തിട്ട് എഴുതുന്നു. അപ്പോൾ എഗെയിൻ എ യൂണിയൻ എക്സ് ഇസ് ഇക്വൽ ടു ബി യൂണിയൻ എക്സ്. ഇത് നമുക്ക് ഗിവൺ ആണ്. ഇനി നമ്മൾ ബി ഇൻ്റർസെക്ഷൻ രണ്ടിടത്തും കൊടുക്കുന്നു. എ യൂണിയൻ എക്സ് ഇസ് ഇക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എക്സ്. അപ്പോൾ ഇവിടെ എഴുതിക്കണം ടേക്കിംഗ് ഇൻ്റർസെക്ഷൻ വിത്ത് ബി ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എക്സ് ഇസ് ഇക്വൽ ടു, ഇത് രണ്ടും കൂടെ എന്ത് വരും? ബി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എക്സ്. അതായത് ബി യൂണിയൻ എക്സ് എന്ന് പറയുന്നത് ബിയിലെയും എക്സിലെയും കൂടെ മുഴുവൻ എലമെൻസും വരുന്നത്. ബി ഇൻ്റർസെക്ഷൻ ഇത് വന്നാൽ എന്ത് വരും? രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് അതെന്താണ്? ബി ആണ്. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്തത് കേട്ടോ. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ബി ഇൻ്റർസെക്ഷൻ എക്സ് നൾ സെറ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബി ഇൻ്റർസെക്ഷൻ എക്സ് എന്നുള്ളിടത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ഇത് 5 ആകുന്നു ഇസ് ഇക്വൽ ടു ബി. എന്തുകൊണ്ടാണ്? ബി ഇൻ്റർസെക്ഷൻ എക്സ് ഈസ് ഇക്വൽ ടു നൾ സെറ്റ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കിയ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ 5, അതായത് ബി ഇൻ്റർസെക്ഷൻ എയുടെ നൾ സെറ്റിൻ്റെ യൂണിയൻ എടുത്ത് എന്ത് തന്നെയായിരിക്കും? ബി ഇൻ്റർസെക്ഷൻ എ തന്നെ ആയിരിക്കും. ഇസ് ഇക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഞാൻ തിരിച്ച് ബി ഈസ് ഇക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതുന്നു. ബി ഇൻ്റർസെക്ഷൻ എ ഈസ് ഇക്വൽ ടു ബി ആകുന്നത് എപ്പോഴാണ്? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ആകുമ്പോഴാണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. അതായത് ബിയുടെയും എയുടെയും കൂടെ കോമൺ എടുക്കുമ്പോൾ ബി എന്ന് കിട്ടുന്നത് ബി എയുടെ സബ്സെറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു എയും ബിയും ഈക്വൽ ആണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആകണം, ബി എയുടെയും സബ്സെറ്റ് ആകണം. അങ്ങനെ വന്നാൽ മാത്രമേ എയും ബിയും ഈക്വൽ ആകത്തുള്ളൂ. ഇവിടെ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അത് വെച്ചിട്ട് നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാം. ഓക്കെ. Find sets A, B and C such that A intersection B, B intersection C and A intersection C are non-empty sets. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ സിയും എ ഇൻ്റർസെക്ഷൻ സിയും എടുക്കുമ്പോൾ ഒരു നോൺ എംപ്റ്റി സെറ്റായിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു 5. പക്ഷെങ്കിൽ ഇത് മൂന്നിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. നമ്മളോട് എയും ബിയും സിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിവിടെ ലെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് കോമ വൈ എന്നെടുക്കുന്നു. ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ നോൺ എംപ്റ്റി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ എയിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇവിടെ എടുക്കുക. ഞാൻ വൈ ഇസഡ് എന്ന് എടുക്കുന്നു. പിന്നെ എ ഇൻ്റർസെക്ഷൻ സി എടുത്താലും നമുക്ക് നോൺ എംപ്റ്റി ആണ് കിട്ടേണ്ടത്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് എടുക്കുന്നു. എക്സ് ഇസഡ്. ഇനി നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എടുത്താൽ എന്ത് വരും? എയിലും ബിയിലും കൂടെ കോമൺ ഉള്ളത് വൈ ആണ്. ഇനി ബി ഇൻ്റർസെക്ഷൻ സി എടുത്താൽ എന്ത് വരും? ബിയിലും സിയിലും കൂടെ കോമൺ ആയിട്ട് ഇവിടെ ഉള്ളത് ഇസഡ് ആണ്. ഇനി എ ഇൻ്റർസെക്ഷൻ സി എടുത്താൽ എന്ത് വരും? എയിലും സിയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് എക്സ് ആണ്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ മൂന്നിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി.
മൂന്നിലും കൂടെ കോമൺ ആയിട്ട് മൂന്നിലും കൂടെ എന്തെങ്കിലും ഉണ്ടോ? എക്സ് ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെയില്ല. വൈ ഇവിടെയുണ്ട്, ഇവിടെയില്ല. ഇസഡ് ഇതിൽ രണ്ടിലുമുണ്ട്, ഇതിലില്ല. അപ്പോൾ മൂന്നിലും കൂടെ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ഒന്നുമില്ല. ഇത് നമുക്ക് നൾ സെറ്റ് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചുള്ള മിസ്ലേനിയസ് എക്സസൈസുകളെല്ലാം കഴിഞ്ഞു. പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡിലീറ്റഡ് ആണ്. നിങ്ങൾക്ക് അതും കൂടെ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തിടാം കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുതിയ ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.